16-കാരിയെ പീഡിപ്പിച്ച് കേസ് അട്ടിമറിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഒടുക്കും ആഭ്യന്തര വകുപ്പിന് ശുപാർശ. തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ, ആറന്മുള SHO പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ. AV ജയശങ്കർ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ജയശങ്കർ, ഒരു അഭിഭാഷകൻ പ്രതിയായ കേസാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ആരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? എത്ര വൈകിയാണ് ഈ നടപടി ഉണ്ടാകുന്നത്? അതായത് സുഹേൽ, പത്തനംതിട്ടയിൽ 16-കാരി പീഡനത്തിനിരയായും പിന്നീട് ഈ ഹൈക്കോടതിയിലെ തന്നെ അഭിഭാഷകൻ പ്രതിയായി കേസ് അട്ടിമറിച്ചെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഇപ്പോൾ ശുപാർശ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത്. തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ, ആറന്മുള SHO പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ശുപാർശ. നേരത്തെ റേഞ്ച് IG അജിത ബീഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നു. റിപ്പോർട്ടിലും ഗുരുതര പരാമർശങ്ങളാണ് അന്ന് പത്തനംതിട്ട SP ആയിരുന്ന വിനോദ് കുമാറിനെതിരെയും അന്ന് പത്തനംതിട്ട DYSP ആയിരുന്ന നന്ദകുമാറിനെതിരെയും ഒപ്പം തന്നെ ആറന്മുള SHO പ്രവീണിനെതിരെയും എല്ലാം ആ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു. പോക്സോ കേസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു, പ്രതികൾക്ക് ഉൾപ്പെടെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി ഉൾപ്പെടെ ഗുരുതരമായ ആക്ഷേപങ്ങൾ റേഞ്ച് IGയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്തായാലും ആ റിപ്പോർട്ട് പിന്നീട് ആഭ്യന്തര വകുപ്പിലെത്തുകയും ആഭ്യന്തര വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസ് അട്ടിമറിയുന്ന ഒരു നിരീക്ഷണത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഹോം ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. തിരുവല്ല DYSP നന്ദകുമാർ, ആറന്മുള SHO എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ. റേഞ്ച് IGയുടെ റിപ്പോർട്ടിൽ മുമ്പ് പരാമർശമുണ്ടായിരുന്ന വീഴ്ച സംഭവിച്ചു എന്ന് പരാമർശിക്കപ്പെട്ട ഒരാൾ മുൻ പത്തനംതിട്ട SP വിനോദ് കുമാർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്ന് AIG ആയി പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതല നോക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നതും കൗതുകകരമാണ്. എന്തായാലും വിനോദ് കുമാറിനെതിരെ നടപടി ഉണ്ടാകുന്നത് മറ്റൊരു കാര്യമാണ്. ഇനി അക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെയും കൂടി നിരീക്ഷണം എന്താണ്, ഇല്ലെങ്കിൽ തീരുമാനം എന്താണെന്ന് വരും മണിക്കൂറുകളിൽ. എന്തായാലും രണ്ടുപേർക്കെതിരെ നിലവിൽ സസ്പെൻഷൻ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് ശുപാർശ. പോലീസുകാരെ കാത്തുകൊള്ളുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ കാര്യങ്ങൾ എത്തുന്നു. ഒരു പോക്സോ കേസ് അട്ടിമറിച്ചതാണ് DYSP തലത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അടക്കം സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്നത്തെ SP ആയിരുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിക്കും ശുപാർശയില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.